നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന ഇഡ്ഡലിപ്പൊടിയാണ് കേട്ടോ. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇഡ്ഡലിപ്പൊടി റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതന്നെ. അത് നമുക്ക് കുറച്ച് നാൾ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ അരച്ച് വയ്ക്കുമ്പോൾ ആദ്യം ഇഡ്ഡലി ഉണ്ടാക്കണേ. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ട് കിട്ടും നമുക്ക്. എനിക്ക് റെഡ് ചട്നി അല്ലെങ്കിൽ കട്ട തേങ്ങാ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് പൊന്തി വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടോ. ഇഡ്ഡലിക്ക് ഞാൻ റെഡ് ചട്നി കൂടിയാണ് കഴിച്ചത്. പക്ഷേ ഈ പൊടി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടം ചട്നീസാണ് കേട്ടോ. പക്ഷേ ദോശയുടെ കൂടെ ഇങ്ങനെ പൊടി തൂക്കിയിടുമ്പോൾ നല്ലൊരു ക്രിസ്പി ദോശ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറി ലീവ്സ് ഇതെല്ലാം കൂടെ കൂടി വഴറ്റി കായപ്പൊടി, കാഷ്യൂനട്ട്, പിന്നെ പൊട്ടുകടല എല്ലാം കൂടെ കൂട്ടി വഴറ്റി ആവശ്യത്തിന് പുളിയും ചേർത്ത് നമ്മൾ വഴറ്റി കഴിഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു. അപ്പോൾ റെഡ് ചട്നി റെഡി. അപ്പോൾ നോക്കൂ, ഞങ്ങളുടെ പൊടി ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇഡ്ഡലിയിൽ അല്പം പൊടി തൂകിയിട്ട് നമുക്ക് അല്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ചേർത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റുന്ന പൊടി തയ്യാറാക്കി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഇഡ്ഡലിപ്പൊടി റെഡിയാക്കി എടുക്കണമെന്ന്. ഞാൻ അടി കട്ടിയുള്ള ഒരു പാൻ, ഒരു കാസ്റ്റ് അയണിൻ്റെ പാനിലാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത്. നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കണം. ഉഴുന്ന് ഞാൻ പകുതിയുള്ള ഉഴുന്നല്ല കേട്ടോ, മുഴുവനായിട്ടുള്ള ഉഴുന്ന് 1 കപ്പ് അളവിൽ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വറുത്തെടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിക്കിട്ടണം കേട്ടോ. അപ്പം കുറച്ച് സമയം എടുത്തിട്ട് വഴറ്റണം, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അടി കട്ടിയുള്ള പാൻ, ഏത് പാനാണെങ്കിലും അതെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് അങ്ങ് വറുത്തെടുത്താൽ അതിൻ്റെ ഉള്ളൊന്നും നമ്മൾ കുക്കായി കിട്ടില്ല. അത് നല്ലതായിട്ട് കുക്കാവുകയും വേണം, നല്ല ഡ്രൈ റോസ്റ്റ് ആവുകയും വേണം, പക്ഷേ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുത്ത് ഇത് വറുത്തെടുക്കാം ആദ്യം. അപ്പോൾ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കി വെച്ച് കഴിയുമ്പം അതിനകത്ത് ഇങ്ങനെ തൂകിയിട്ട് കഴിക്കുമ്പോൾ നല്ല ദോശയ്ക്കൊക്കെ ഒന്നുകൂടെ ഒരു ക്രിസ്പിനെസ് തോന്നും കേട്ടോ. നല്ല ഒരു തരിതരിയായിട്ടാണ് അത് പൊടിച്ച് വെക്കുന്നത്. കുറച്ച് നാൾ നമ്മളിപ്പോൾ കറിയൊന്നും ചട്നിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കിത് മാത്രം മതി നമുക്ക് ഇഡ്ഡലിയും ദോശയും കഴിക്കാൻ വേണ്ടി. ഞാൻ പറയുന്നത് കുട്ടികൾക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ചട്നിയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. ഇതിൻ്റെ കൂടെ ചട്നിയും കൂടെ കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഇഡ്ഡലി ദോശയൊക്കെ റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉഴുന്ന് പരിപ്പിൻ്റെ നിറമൊക്കെ ഒന്ന് പയ്യെ മാറിക്കൊടുന്നു. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കഴിഞ്ഞ് ഒരു ചെറിയ ചുമപ്പ് കളറ് മതി. അപ്പം നമുക്ക് നല്ല മണം കിട്ടും. നമുക്കറിയാൻ പറ്റും ഞാനത് കാണിക്കാൻ കൃത്യമായിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇനി കൈവിടാതെ ഇളക്കണം. നല്ല കട്ടിയുള്ള പാനായിരിക്കണം. പെട്ടെന്ന് തന്നെ വറുത്തെടുക്കരുത്, ഇച്ചിരി സമയം എടുത്ത് വറുത്തെടുക്കണം. അപ്പോഴാണ് അകമൊക്കെ ഒന്ന് കുക്കായി വരുള്ളൂ. നോക്കൂ, കളറ് മാറി തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മുടെ ഉഴുന്ന് പരിപ്പ് ആദ്യം റെഡിയാക്കുക. ഉഴുന്ന് പരിപ്പ് സ്പ്ലിറ്റായിട്ട് കിട്ടുന്ന പരിപ്പുണ്ട്, ഇങ്ങനെ മുഴുവനായിട്ടുള്ളതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല, സെയിം അളവിലെടുക്കാം. അപ്പോൾ ഇതൊരു കപ്പ്. ഞാനൊരു ഒത്തിരി മുളകാപ്പൊടി എന്നും പറയും, മുളക് പൊടി ഒരുപാട് ചേർക്കുന്നില്ല കേട്ടോ. ഇവർക്ക് കുട്ടികൾക്ക് ലൈറ്റ് ഹീറ്റാണ് ഇഷ്ടം. അപ്പോൾ ജസ്റ്റ് ഒരു മൈൽഡായിട്ടുള്ളൊരു എരിവേ ഉള്ളൂ. നല്ല എരിവ് വേണമെങ്കിൽ അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മുടെ പരിപ്പ് കളറൊക്കെ മാറി തുടങ്ങി. ഇത് കാണാം, നന്നായിട്ട് നിറം മാറിയല്ലോ. അപ്പോൾ ഇനിയും പെട്ടെന്ന് ഇനി തീ ഓഫ് ചെയ്തിട്ട് ചട്ടിയുടെ ചൂടിൻ്റെ തന്നെ ആയാൽ മതി. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി നോക്കും. ഈ ഒരു പാത്രം കിട്ടും. നമ്മളൊന്ന് കടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇരുന്നൊന്നുകൂടി മുറുകും. അപ്പോൾ ആ പാനിലേക്ക് തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനങ്ങനെ ഒരുമിച്ച് കുക്ക് ചെയ്യാൻ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റാണ് ഫ്രൈ ചെയ്തെടുക്കണേ. ഇനി നമ്മൾ കടലപ്പരിപ്പ് ഞാൻ ആ സെയിം അളവിൽ 3/4 കപ്പ് ഇട്ടു കേട്ടോ. 1 കപ്പ് വരെ ചേർക്കുന്നതിനും കുഴപ്പമില്ല. ഞാനിങ്ങനെയാണ് സാധാരണ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും വേണമെങ്കിൽ ഒരുമിച്ച് വറുക്കാം. പക്ഷേ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കില്ല. ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് കുക്കായി കിട്ടണം. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് തന്നെയാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ തന്നെ മീഡിയം ഹീറ്റിൽ കൈവിടാതെ ഇളക്കി റോ ടേസ്റ്റൊക്കെ മാറി ഫുള്ള് കുക്ക് ചെയ്തെടുക്കണം. കഴിഞ്ഞ് പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇതും വറുത്തിട്ടെടുക്കാം നമുക്ക്.
ഇച്ചിരി സമയം എടുക്കും വറുത്തെടുക്കാൻ. ബാക്കിയെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ. നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കരുത്, ഒരു തരിയോട് കൂടി പൊടിക്കുക. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് തൂകി ഇച്ചിരി എണ്ണയൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചട്നി വേണമെങ്കിൽ ചട്നിയുടെ കൂടെ, ഞാൻ സാധാരണ ഇതിൻ്റെ കൂടെ ചട്നി എടുക്കും കേട്ടോ, അപ്പോഴാണ് ഇച്ചിരിയോടെ ടേസ്റ്റ്. ഇപ്പം മസാല ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് തൂകിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഒരു ക്രിസ്പിനെസ് കിട്ടും. അപ്പോൾ നോക്കൂ, ഏകദേശം ഇതും വരാറായിട്ടുണ്ട് കേട്ടോ. നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങി. അപ്പോൾ ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ. പൊടിയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. ഞാൻ അതിനകത്ത് എള്ളും കൂടെ ചേർക്കണം കേട്ടോ. എള്ള് തന്നെ വറുത്തെടുക്കണേക്കാളും നല്ലത്. അപ്പോൾ ഇത് ഏകദേശം വറവ് റെഡിയായി കഴിയുമ്പോൾ ഇടുക, അത് കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് വറുത്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് തീ ഓഫ് ചെയ്യാറാവുന്നതിന് കുറച്ച് മുമ്പ് എള്ളും കൂടെ ചേർക്കും ഞാൻ. അപ്പോൾ ഞാൻ വെളുത്ത എള്ളാണ് കേട്ടോ ചേർക്കുന്നത്. വെളുത്ത എണ്ണ ഒരു 3 വലിയ ടേബിൾ സ്പൂൺ അളവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് ഏകദേശം റെഡി ആവാറായല്ലോ, ആ സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇട്ടിച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് പൊട്ടി തുടങ്ങും. അപ്പോൾ കറക്റ്റ് പാകമാവും കേട്ടോ. ഒരുപാട് സമയം ഇടരുത്, കരിഞ്ഞു പോകും. മറ്റേ കടലപ്പരിപ്പ് ഏകദേശം ആവാറായി കഴിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇനി ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ ആ ചട്ടിയുടെ ചൂടിൽ റെഡിയായി കിട്ടിക്കോളും. പയ്യെ പൊട്ടണ ശബ്ദം കേട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഓഫ് ചെയ്യാം. അതും പിന്നെ ചൂടിൽ ഇരുന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ അതും റെഡിയായി. അത് നമുക്ക് പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം. ഈ ഒരു പാൻ മാത്രമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ സെയിം പാനിലേക്ക് തന്നെ ഞാൻ എള്ളെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സെസമി സീഡ് ഓയിൽ 1 ടേബിൾ സ്പൂൺ ചേർക്കാം. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് വറ്റൽമുളക് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നല്ല എരിവൊക്കെ ആണെങ്കിൽ ഒരു അളവിന് ഒരു 20 വറ്റൽമുളകൊക്കെ ചേർക്കാം. നല്ല എരിവുള്ള വറ്റൽമുളക്. കാശ്മീരി ചില്ലി ആണെങ്കിൽ, എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി അല്ല ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ഭയങ്കര എരിവുള്ള വറ്റൽമുളകാണ്, അതുകൊണ്ട് ഞാൻ ഒരു 8 ചേർക്കുന്നുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറി ലീഫും ചേർക്കും, 1 പിടി കറി ലീഫ് ചേർക്കാം. ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം, കരിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ഞാൻ ഇതിനകത്ത് 8 ചേർത്ത് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വറ്റൽമുളക് തന്നെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കാശ്മീരി ചില്ലി വറ്റൽമുളക് ഉള്ളത് ആണെങ്കിൽ ഒരു 20 ചേർക്കാം. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ ഇത്ര ചേർത്തുള്ളൂ. പിന്നെ കുട്ടികൾക്ക് ഒത്തിരി എരിവ് ഇഷ്ടമില്ല. കായപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അതും കൂടെ ഒന്ന് മുളക് വഴന്ന് കഴിയുമ്പോൾ ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് ഈ പൊടികളെല്ലാം ചട്ടിയുടെ ചൂടിൽ റെഡിയായി കിട്ടിക്കോളും. പിന്നെ കുമ്മിച്ചിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തു. സാധാരണ പൊടി ഇങ്ങനെ റെഡിയാക്കി എടുക്കുമ്പം വെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ. ഞാൻ അല്പം ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അഥവാ വെളുത്തുള്ളിയുടെ പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഒരു അല്ലി വെളുത്തുള്ളി ചേർത്താലും മതി. ഞാൻ ഒരു ചെറിയ ബോൾ വാളൻ പുളിയും ചേർത്തു. അതും സാധാരണ ചേർക്കാറില്ല, ഞാൻ പുളിയും ചേർക്കാറുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂൺ വെളുത്തുള്ളിപ്പൊടി, അതില്ലെങ്കിൽ ഒരു അല്ലി വെളുത്തുള്ളി ചേർത്താൽ മതി. ആ മുളക് വഴറ്റുന്നതിൻ്റെ കൂടെ ഇട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി തീ ഞാൻ ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂത്തിട്ട് കിട്ടണം. പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കെല്ലാം കൂടെ പൊടിച്ചെടുത്താൽ മതി. നമ്മുടെ പൊടി റെഡി. വളരെ എളുപ്പമാണ്. എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ച് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കറക്റ്റ് പാകത്തിന്. അപ്പോൾ ഇത് തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട്, ചെറിയ ജാറിൽ പല പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുമിച്ച് പൊടിക്കാം. ഞാനതിന് പറ്റില്ലാത്തതുകൊണ്ട് തന്നെ വലിയ മിക്സിയുടെ ജാറിൽ ഈ മുളക് ആദ്യം ഒന്ന് ചതച്ചിട്ടെടുക്കാം നമുക്ക് ആദ്യം. അപ്പോൾ തണുത്ത് കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്ന വറ്റൽമുളക്, കാശ്മീരി ചില്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വെളുത്തുള്ളിപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, ഇതെല്ലാം കൂടി വഴന്ന് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് പിന്നെ വേണമെങ്കിൽ നോക്കാം. ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം നമുക്ക് ആദ്യം. ചതഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറേശ്ശെ എല്ലാം കൂടെ ചേർക്കുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ കുറേശ്ശെ നമ്മുടെ
ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. അത് പയ്യെ അങ്ങനെ ചതഞ്ഞ് വന്നല്ലോ. ഇനി നമുക്ക് കുറേശ്ശെ അളവിൽ ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ സെപ്പറേറ്റ് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. ഞാനതൊന്നും ചെയ്യുന്നില്ല. ഇതിനകത്ത് തന്നെ കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ അളവ് അവസാനം ഇനി നോക്കാം നമുക്ക്. ഒരു തരിയോടുകൂടി പൊടിച്ചെടുക്കണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ്. ദോശയിൽ ഇഡ്ഡലിയിലൊക്കെ ചേർക്കുമ്പം ഏകദേശം പൊടിച്ച് തീരാറായി. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല തരിയായിട്ട് ഇരിക്കും. ആ ഒരു പാകമാണ് വേണ്ടത്. ബാക്കിത്തെ മുഴുവനും കൂടെ ചേർക്കാൻ. ബാക്കിയുള്ള എല്ലാ പരിപ്പും കൂടെ ചേർത്തു. ഇനി ഫൈനലായിട്ടൊന്നുകൂടെ ഒന്ന് പൊടിച്ച് മാറ്റാം. ഇപ്പം പൊടി കഴിഞ്ഞു, എല്ലാം പൊടിച്ചു കഴിഞ്ഞു. ഒത്തിരി ഞാൻ പറഞ്ഞ പോലെ ഫൈനായിട്ട് പൊടിക്കരുത് കേട്ടോ. അങ്ങനെ ഒരു തരിയായിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ്. നമുക്ക് ഇടുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ചേർത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്ക് എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാൻ. അപ്പം ഞാൻ ദോശ ചുടാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം റെഡി ആയിട്ടിരിക്കുകയാണ്. പൊടി ദോശ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ദോശ ചുടുമ്പോൾ പൊടി ചേർക്കുമ്പോൾ ഒരു അല്പം കട്ടിയിൽ ചുടുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പം ഈ ഒന്ന് കുമിളകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുക്കാം. എനിക്കൊരു ചെറിയ ലെയർ പൊടി ചേർക്കുന്നതാണ് ഇഷ്ടം. കുട്ടികൾക്ക് നെയ്യൊക്കെ ചേർത്ത് അധികം ചേർക്കുന്നത് ഇഷ്ടമാണ്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് തിന്നായിട്ടുള്ള ലെയറിലുണ്ടാക്കാം, തിക്കായിട്ടുള്ള ലെയറിലുണ്ടാക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് പ്ലെയിനായിട്ട് ചുട്ടെടുത്തിട്ട് പൊടിയിൽ എണ്ണ ചേർത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നെയ്യ് ചേർത്തിട്ട് നെയ്യ് പയ്യെ ഉരുക്കി വരുമ്പം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. പിന്നെ മൊരിഞ്ഞ് വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പം നല്ല സൂപ്പർ ഇഡ്ഡലി ദോശപ്പൊടി റെഡിയാക്കി. അപ്പോൾ പൊടി ദോശയും റെഡിയായി. ഞാൻ സെർവ് ചെയ്യട്ടെ കുട്ടികൾക്ക്. ഇതിനകത്ത് റെഡ് ചട്നിയും കൂടെ കൂട്ടിയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ. താങ്ക് യു ഫോർ വാച്ചിങ് GNB വ്ളോഗ്സ്. ഞാൻ 1-2 ദോശയും കൂടെ ചുട്ടെടുക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ പൊടി ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി കട്ടിക്ക് ഒരുപാട് തിൻ ലെയർ ആകാതിരിക്കുന്നതാണ് നല്ലത്. പയ്യെ ഒന്ന് കുമിളകൾ വന്നു തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് പൊടി ചേർക്കാം. ഇതിനകത്ത് ഞാനൊരു തിക്ക് ലെയറിൽ കൊടുക്കുന്നുണ്ട്. ഇച്ചിരി അധികം നെയ്യൊക്കെ ചേർത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ക്രിസ്പി ദോശയ്ക്ക് ഒരു എക്സ്ട്രാ ക്രിസ്പിനെസ് കൊടുക്കും നമ്മുടെ പൊടി. ഇപ്പോൾ അത് കടിക്കുമ്പോഴും അങ്ങനെ തരിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കട്ടെ. ഇത് നമുക്ക് നെയ്യൊന്ന് ഉരുങ്ങി വരുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. കുറച്ച് സമയം കൊടുക്കാം. നമുക്ക് നെയ്യൊന്ന് ഉരുകി കിട്ടട്ടെ. ഈ സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ആക്കാം. ദോശ ക്രിസ്പി ആയിട്ട് ഇട്ടിട്ടുണ്ട് നമുക്കിപ്പം. അപ്പം ദോശ റെഡിയാക്കി നോക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് GNB വ്ളോഗ്സ്. ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനടി വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ. നോക്കൂ, എൻ്റെ ആകം കാണും. നല്ല സൂപ്പർ ടേസ്റ്റാണ്.
അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്കൊരു 500 ml ബോട്ടിൽ നിറയെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ചിപ്പോൾ ഉപയോഗിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഹാഫ് ബോട്ടിലായിട്ട് ഒരു 1/4 ഭാഗത്തേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇതും കൂടെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക്. ഞാൻ ബോട്ടിൽ ഇട്ട് വെച്ച് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ബോട്ടിലിട്ട് ടൈറ്റാക്കിയത് പിറ്റേ ദിവസമാണ് കേട്ടോ. നന്നായിട്ട് തണുത്തിട്ട് മാത്രമേ അടച്ച് വെക്കാവുള്ളൂ കേട്ടോ. നോക്കൂ, ഞാൻ പറഞ്ഞ പോലെ പിറ്റേ ദിവസം നന്നായിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. ബൈ, താങ്ക് യു.